5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഓരോ ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിമാരുടെയും സംഭാവനകൾ എന്തെന്ന് നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യാറുണ്ട് കാലം കഴിയുമ്പോൾ. അങ്ങനെ അച്യുതമേനോന്റെ സംഭാവനകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ അഭിമാനമാണ് നമുക്കുള്ളത്. പക്ഷേ അഭിമാനത്തിന് ഛേദമേൽക്കുന്ന രീതിയിലാണോ ഇപ്പോഴത്തെ കാര്യങ്ങൾ? ആ കാലഘട്ടത്തിൽ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവരട്ടെ കൊണ്ടുവരാം എന്ന് കരുതിക്കൊണ്ട് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനം ആക്കുളത്ത് പ്രശാന്ത് നഗറിൽ തുടങ്ങി സാമ്പത്തിക കാര്യങ്ങൾ അന്ന് ഏറ്റവും ലോകത്ത് അറിയപ്പെടുന്ന ഡോക്ടർ KN രാജിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടാണ്, സാമ്പത്തിക വിദഗ്ധനെ കൊണ്ടുവന്നിട്ടാണ് അതിൻ്റെ കൺസെപ്റ്റ് നോട്ടൊക്കെ എഴുതി. അദ്ദേഹമായിരുന്നു ആദ്യത്തെ ഡയറക്ടറൊക്കെ. അങ്ങനെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്. പിന്നെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു നല്ല അറിയപ്പെടുന്ന വ്യക്തിയെ ശാസ്ത്രജ്ഞനെ കൊണ്ടുവന്നിട്ട് സെന്റർ ഫോർ റിസർച്ച് സ്റ്റഡീസ് ആക്കുളത്ത് തന്നെ തുറന്നു. അതുപോലെ തന്നെ KFRI കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നു. അതുപോലെ തന്നെ TBGRI ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നു പാലോട്, തിരുവനന്തപുരം. അതുപോലെ തന്നെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നു. ഇങ്ങനെ നിരവധി, പിന്നെ നാറ്റ്പാക്ക് ഗതാഗതത്തിന് വേണ്ടി നാറ്റ്പാക്ക് തുടങ്ങി. CWRDM സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് കോഴിക്കോട്, കുന്നമംഗലം. ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങി. പക്ഷെ ഇപ്പോൾ അച്യുതമേനോൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അച്യുതമേനോന്റെ ആത്മാവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഭൗതികമായും അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആത്മാവും കരയുന്നുണ്ടാവും, സങ്കടപ്പെടുന്നുണ്ടാവും, നിരാശപ്പെടുന്നുണ്ടാവും. ഞാനിത് പറയാൻ കാരണം ഈ സ്ഥാപനങ്ങളിലെ ഉള്ള ശാസ്ത്രജ്ഞന്മാരെയോ സാങ്കേതിക വിദഗ്ധരെയോ അവരാരെയും മോശപ്പെട്ട് കാണിക്കാനോ അവർ ജോലി ചെയ്യുന്നില്ല എന്ന് പറയാനോ അവരൊന്നും കണ്ടുപിടിക്കുന്നില്ല എന്ന് പറയാനോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് വന്നതിന് ശേഷം അവർ കുറേ JNUവിൻ്റെ ഡിഗ്രി നടത്തുന്നു, MPhil നടത്തുന്നു, PhD ചെയ്യാൻ പറ്റും, അതൊക്കെ ഓക്കെ. അതെല്ലാം ഒരു പാർട്ട് ടൈം നോക്കട്ടെ. ബിരിയാണി വിൽക്കുന്ന സ്ഥലത്ത് വടക്കച്ചവടവും കാണുമല്ലോ, അത് കുഴപ്പമില്ല. പക്ഷെ എന്താണ് കേരള സമൂഹത്തിൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൻ്റെ സംഭാവന? ഇത് അവർ ചോദിക്കേണ്ട ചോദ്യമാണ്, സമൂഹം ചോദിക്കേണ്ട ചോദ്യമാണ്. വലിയ ചോദ്യമാണത്. എന്താണ് കേരള സമൂഹത്തിൻ്റെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുന്നതിൽ? കുറച്ച് പേപ്പർ വർക്ക് ചെയ്തു എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്, സാങ്കേതിക പദങ്ങൾ പേപ്പറുകൾ വന്നു എന്നുള്ളതല്ല. എന്താണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഒരു നല്ല സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൻ്റെ പഠനങ്ങളെ ഗവൺമെൻറ് എത്ര സീരിയസ് ആയി ഉൾക്കൊണ്ടു? അത്രമാത്രം പഠനങ്ങൾ നടത്തി തരാൻ, ശുപാർശകൾ തരാൻ എങ്ങനെ ഈ ഗവൺമെൻറ്റുകൾ, ഏത് ഗവൺമെൻറ് ആയാലും CDSനെ ഉപയോഗിച്ചു? അതുപോലെ തന്നെ ജല മാനേജ്മെന്റ് രംഗത്ത് പാവപ്പെട്ടവന്റെ, കർഷകന്റെയും സാധാരണ ജനങ്ങളുടെയും എല്ലാവരുടെയും ജലവിനിയോഗത്തിലും ജലത്തിന്റെ സംരക്ഷണത്തിലും മഴവെള്ള അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, നിർത്തലാധിഷ്ഠ വികസനം പോലെ ഒരുപാട് കാര്യങ്ങൾ. ഈ മേഖലയിൽ CWRDയുടെ സേവനം എങ്ങനെ പ്രയോജനപ്പെടുത്തി, അല്ലെങ്കിൽ അവിടുത്തെ പഠനങ്ങൾ എങ്ങനെ ഗുണകരമായി എന്ന് അവിടെ ഉള്ളവരും ഇതെങ്ങനെ സർക്കാർ പ്രയോജനപ്പെടുത്തി എന്ന ചോദ്യവുമുണ്ട്. പൊതുസമൂഹവും എങ്ങനെ പ്രയോജനപ്പെടുത്തി? അതുപോലെ തന്നെ TBGRI, KFRI, ഞാൻ പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളും ഓരോ സ്ഥാപനങ്ങളുടെ മാൻഡേറ്റ് അനുസരിച്ച് അവർ ചെയ്തിട്ടുള്ള പഠനങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, നിരീക്ഷണങ്ങൾ, ഗവേഷണ ഫലം ഇതൊക്കെ ആരുപയോഗിക്കുന്നു? എല്ലാ വർഷവും 1 കോടി രൂപ കൊടുത്ത്, ഇപ്പോൾ 1 കോടി കൂടി കാണും, എന്നാൽ 1 രൂപ കൊടുത്ത് ജനുവരിയിൽ സയൻസ് കോൺഗ്രസ്സുകൾ നടക്കും, കേരള സയൻസ് കോൺഗ്രസ് നടക്കും. ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ വന്നത് കേരളത്തിലാണ്. കേരള സ്റ്റേറ്റ് സയൻസ് ടെക്നോളജി കൗൺസിൽ വന്നു. ഇപ്പോൾ അത് പട്ടത്താണ് അതിൻ്റെ ഓഫീസ്. അതിൻ്റെ കെട്ടിട ഉദ്ഘാടന സമയത്ത് അന്ന് AK ആൻ്റണിയാണ് മുഖ്യമന്ത്രി. AK ആൻ്റണിയുടെ ഒരു പ്രസംഗമുണ്ട്, വൈറലായ, അന്ന് യൂട്യൂബും വീഡിയോയും സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ പോലും അത് വൈറലായ ഒരു വീഡിയോ ആണ്. AK ആൻ്റണിയുടെ ചോദ്യമുണ്ട്, എന്തിനാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രചരിപ്പിക്കുന്നതിന് ഇങ്ങനെ ഒരു 5 നില മന്ദിരം അല്ലെങ്കിൽ 6 നില മന്ദിരം, അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലകളിലേക്ക് ഇങ്ങനെ ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനം ഇരുന്നത് കൊണ്ട് നിങ്ങൾ തറയിലേക്ക് ഇറങ്ങണം, ജനങ്ങളിലേക്ക് പോകണം, ജനങ്ങളിലാണ് ശാസ്ത്രാവബോധം ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ സയൻസ് കോൺഗ്രസ് ഒക്കെ നടക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഞാനത് മലയാള ഭാഷയിൽ നടത്തണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു മറ്റൊരു ചാനലിൽ. പക്ഷേ വേണ്ടത്ര അവരാരും അത് ശ്രദ്ധിക്കുന്നില്ല. അവരും ഓരോ വർഷവും 1 കോടി രൂപയ്ക്ക് വേണ്ടി സയൻസ് കോൺഗ്രസ്സുകൾ നടത്തുന്നു. അപ്പോൾ എന്തിനാണ്? നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ഗ്രാൻഡ് കിട്ടുന്നു, അലവൻസ് കൊടുക്കുന്നു, നല്ല ശമ്പളം കൊടുക്കുന്നു. ഇവിടെയുള്ള ആളുകൾക്കെല്ലാം 60 വയസ്സ് വരെ ജോലി ചെയ്യാം. CDSനാണെങ്കിൽ 65 വയസ്സ് വരെ ജോലി ചെയ്യാം. പിന്നെ പലരും റിട്ടയർ ആയാൽ ഫെലോ കൺസൾട്ടൻസി എന്നൊക്കെ പറഞ്ഞ് അവിടെ പല സ്ഥാപനങ്ങളിലും കൂടെ ഉണ്ട്. അത് രാഷ്ട്രീയമായിട്ടൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയും പറ്റും. ഇതൊക്കെ നടക്കുന്ന ഈ സംസ്ഥാനത്ത് ഈ സ്ഥാപനങ്ങളെ എന്തിനാണ് പ്രയോജനപ്പെടുത്തുന്നത്? ആരാണ് പ്രയോജനപ്പെടുത്തുന്നത്? യാതൊരു ധാരണയുമില്ല എന്നുള്ളതാണ് വളരെ പരിതാപകരമായ കാര്യം. ഇവിടെ നടക്കുന്ന കണ്ടുപിടുത്തങ്ങൾ, ഗവേഷണങ്ങൾ, റിസർച്ച് പേപ്പറുകൾ, ടെക്നിക്കൽ പേപ്പറുകൾ മോശമാണ്, കുറവാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ചൈനയിൽ 50% ഗവേഷണവും നടക്കുന്നത്, പഠനങ്ങൾ നടക്കുന്നത് ഡെവലപ്മെൻ്റൽ റിസർച്ചാണ്. നമ്മുടെ ഇവിടെ ഡെവലപ്മെൻ്റൽ റിസർച്ചും ഇല്ല, അക്കാഡമിക് റിസർച്ചും ഇല്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഭൂമിയുടെ അച്ചുതണ്ട് ചരിഞ്ഞിരിക്കുകയാണോ? അങ്ങനെ ഒരു അച്ചുതണ്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഭൂമിക്ക് ചരിവ് വരുന്നുണ്ടോ? സൂര്യന് ചൂട് കൂടുന്നുണ്ടോ? ഭൂമിയുടെ ആയുസ് എത്ര? ഇങ്ങനെയൊക്കെയുള്ള അക്കാഡമിക് റിസർച്ചുകളാകാം.
അല്ലെങ്കിൽ ഹിമാലയം അങ്ങോട്ട് നീങ്ങുന്നുണ്ടോ എന്നൊക്കെ ഉള്ള റിസർച്ചുകളാകാം. പക്ഷേ അതും നടക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ സാങ്കേതിക പഠനങ്ങളും ഏതെങ്കിലും ഒരു നദിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുഴയുടെയോ ഏതെങ്കിലും ഒരു കാടിൻ്റെയോ കുറേ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞ് കേസ് സ്റ്റഡീസ് മാത്രം നടത്തി കാലം കഴിച്ച് പോകുന്നതാണോ ഈ സ്ഥാപനങ്ങളെന്ന് അവിടെ ഉള്ളവരും ഒരു പുനർവിചിന്തനം, ആരെയും കുറ്റപ്പെടുത്താനല്ല, പരിഹസിക്കാനല്ല, അവിടെ ഉള്ളവരും ഒരു പുനർവിചിന്തനം നടത്തണം. അതുപോലെ തന്നെ സർക്കാരും ഈ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രോജക്റ്റുകളെ നമുക്ക് എങ്ങനെ ഇത് സഹായിക്കാം, ഈ നാട്ടിലെ കാട് മുതൽ കടൽ വരെയുള്ള അല്ലെങ്കിൽ കടൽ മുതൽ കാട് വരെയുള്ള പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിൽ, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ, പുതിയ പുതിയ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ, ഒരു സയൻറ്റിഫിക് ടെമ്പർ ഇവിടെ ഉണ്ടാക്കുന്നതിൽ, ഒരു ശാസ്ത്ര അവബോധം ഉണ്ടാക്കുന്നതിൽ, ജനങ്ങളെ കൂടുതൽ ശാസ്ത്രീയവൽക്കരിക്കുന്നതിൽ എങ്ങനെ ഈ സ്ഥാപനങ്ങളെ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ അച്യുതമേനോൻ ചെയ്തത് വലിയ ചതിയായിപ്പോയി, വഞ്ചനയായിപ്പോയി. കാരണം പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉള്ള ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപ കടത്തിൽ ഓടുന്ന ഒരു സർക്കാർ ഒരുപാട് കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പാഴ്വേലയായി, വേസ്റ്റ് എക്സർസൈസായി മാറാതിരിക്കട്ടെ. കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമായി ഇതൊക്കെ മാറുമ്പോൾ അത് കാലത്തിന് ഗുണമില്ല, സമൂഹത്തിന് പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യുന്നില്ല എന്ന് എല്ലാവരും കൂട്ടായി ചിന്തിക്കുക, അറിയുക.